ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും വന്യ കോർപ്പിസ്കോപ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശേഷാൽ ഇന്ന് ദൈവത്താൽ സംയോജിക്കപ്പെടുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന എവിൻ സേഴ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇവന്റെയും സാറയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ലോകത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയൊക്കെ വളർന്ന് ഇന്ന് അവസാനം കണ്ടെത്തിയിരിക്കുകയാണ് തന്റെ പങ്കാളിയെ. യഹോവയായ ദൈവം തന്റെ സൃഷ്ടി പദ്ധതിയിൽ സകലത്തെയും സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയെയും നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞു. അവസാനം തന്റെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ധനാഢ്യനായ മനുഷ്യനായിരുന്നു ആദാം, അല്ലേ? ലോകത്തിലെ സകലത്തിലും മേലും അധികാരം കൊടുത്തു. എല്ലാത്തിന്റെയും അധിപനായി ആദമിനെ ദൈവം നിയോഗിക്കുകയാണ്. എന്നാൽ ആദമിന്റെ ജീവിതത്തിൽ ദൈവം കാണുന്നത് ഒരു ഏകാന്തതയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി എലോൺ. സകല ചരാചരങ്ങളെയും അവന്റെ മുമ്പിൽ കൊണ്ട് ദൈവം നിർത്തി. അവയ്ക്കെല്ലാം അവൻ പേരിട്ടു. എന്നാൽ പറയുന്നു, അവിടെ ഒന്നും അവന്റെ പങ്കാളിയെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, This at last is bone of my bones and flesh of my flesh. എവിനും സെറായും അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ കടന്നുപോയി. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ദൈവം നിങ്ങളെ ബോധ്യപ്പെടുത്തി, ഇനി ഒറ്റയ്ക്കിരുന്നാൽ ശരിയാകുകയില്ല, അല്ലേ? അപ്പോൾ എവിൻ കണ്ടെത്തി, സെറ കണ്ടെത്തി. ഇതൊരു വലിയ കണ്ടെത്തല. യുറേക്ക എന്ന് പറയുന്ന പോലെ ആദം പറഞ്ഞത്, ദിസ് ഈസ് അറ്റ് ലാസ്റ്റ് ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ളതായ മാംസം. വലിയൊരു തിരിച്ചറിവാണ്, വലിയൊരു ഒരു കൂട്ടിച്ചേർക്കൽ അവിടെ സംഭവിക്കുകയാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായി വാക്യത്തിന്റെ 3 തലങ്ങൾ മാത്രം ഇന്ന് നിങ്ങളോടൊത്ത് പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്, ആദമിന്റെ അഫർമേഷൻ എന്ന് പറയുന്നത്, the other is not another, rather it is an extension of my own being. The other is not another. എവിനും സെറയും ഇന്ന് തിരിച്ചറിയേണ്ടതായ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇവൾ അല്ലെങ്കിൽ ഇവൻ മറ്റൊരാളല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സത്തയുടെ ഒരു വ്യാപ്തിയാണ്. എവിനെ തന്നെയാണ് സെറയിൽ കാണുന്നത്, സെറയെ തന്നെയാണ് എവിനിൽ കാണുന്നത്. ആദമിന്റെ അസ്ഥിയിൽ നിന്ന് ഹൗവയെ സൃഷ്ടിച്ചുവെങ്കിൽ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായും തന്റെ പങ്കാളിയെ തന്നെ അവൻ തിരിച്ചറിയുന്നതിലൂടെ തന്നെ ആദം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, Now onwards you are no more two but one. It's a one being, അല്ലെങ്കിൽ it's a co-being. It's a one flesh union. ഇതൊരു ശരീരമായി തീരുന്ന വലിയൊരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മുതൽ എവിൻ എന്ന വ്യക്തി അല്ല, ഇനിയും എവിന് സാറായും എന്നുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ സാറായും ഒരു വ്യക്തിയായിട്ടല്ല, എവിനെ കൂടെ ചേർന്നുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, അതുകൊണ്ട് പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. അച്ഛൻ സമ്മതിക്കുവോ? ബിന്ദുവുമായി സമ്മതിക്കുവോ? ഇനി ഇവിടെ ഇരിക്കുന്ന അമ്മയപ്പന്മാരും നിങ്ങളും തിരിച്ചറിയേണ്ടത്, ഇനി അച്ഛനും എവിനെ കാണേണ്ടത് എവിനെ ഒറ്റയ്ക്കല്ല, എവിനെ സാറയും കൂടെ ചേർത്താണ്. കാരണം ഇവരൊന്നായി മാറി. നിങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കാണുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ളതായ ഒരു വലിയ ബന്ധത്തിൽ നിങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദം ഹൗവയെ ഒരു അപരിചിതയായിട്ടോ അല്ലെങ്കിൽ ഒരു എതിരാളിയായിട്ടോ അല്ല കണ്ടത്. ഹി റെക്കഗ്നൈസ്ഡ് ഹെർ ആസ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവനിൽ ഒരുവനായി കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും പറ്റിയാൽ കണ്ണിൽ ഒന്ന് നോക്കണം. എവിൻ സാറയുടെ കണ്ണിൽ നോക്കി ആരെ കാണാം?
കാണാം. എന്നിട്ട് പറയണേ, യു ആർ അൻ അനദർ ഐ ആൻഡ് ഐ ആം അൻ അനദർ യു. ഈ ഒരു തിരിച്ചറിവുണ്ടാണ്. ഇതാണ് ആദമിൽ കണ്ടതായ യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ ആദമിൻ പാടിയൊരു പ്രേമഗാനമായത്, അല്ലേ? ഇത്രയും പക്ഷി മൃഗാദികളെ ഒക്കെ കൊണ്ട് നിർത്തി ഒന്നിലും തന്നെ പങ്കാളിയെ കാണാതെ അവസാനം കണ്ടെത്തി കഴിഞ്ഞപ്പോ വാ പൊളിച്ച് പാടിയൊരു പാട്ടാണ് എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിനുള്ള മാംസം. ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഇന്ന് എനിക്ക് കിട്ടിപ്പോയി എന്ന് പറഞ്ഞു പോകണ്ടല്ല. ജീവിതത്തിന്റെ അവസാനം വരെ ഈ തിരിച്ചറിവ് ഉണ്ടാകണം. 2, ഇറ്റ് ഈസ് എ കോൾ ടു യൂണിറ്റി, നോട്ട് യൂണിഫോമിറ്റി. ഇവിടെ എവിൻ നോക്കുന്നത് എന്നെ പോലെ ഇരിക്കുന്ന ഒരാളല്ല, ഞാൻ തന്നെയാണ്. എന്നാൽ ഈ യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചറിയണം, ഇവിടെ ഒരു ഐക്യത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്, അല്ലാതെ ഏകരൂപതയ്ക്കുള്ളതല്ല. സാറ ഇന്നു മുതൽ എവിനെ തന്നെ പോലെ ആക്കാനും ശ്രമിച്ചേക്കല്ലോ കേട്ടോ. നടക്കത്തില്ല, വിജയിക്കത്തില്ല. പറ്റുമോ? ആർക്കാരെ മാറ്റാൻ പറ്റും? നമുക്ക് സ്വയം മാറാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ട്, ഈ ഐക്യത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ സ്വയം കണ്ടെത്തി സ്വയം മാറാൻ ശ്രമിക്കുക. എന്നാൽ ഇത് തന്നെ പോലെ ഒരാളാക്കി തീർക്കുകയല്ല, മറിച്ച് ഒരു ഐക്യത്തിലേക്ക്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. തീർച്ചയായിട്ടും സേറയ്ക്ക് സേറയുടെ വ്യത്യസ്തതയുണ്ട്. ഷീ ഈസ് യുണീക്ക് ആൻഡ് ഡിഫറെന്റ്. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ, മീൻസ് ഹി ക്രിയേറ്റഡ് ദം ആസ് എ ഡിഫറെന്റ് ബീയിങ്. 2 വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചത്. എവിൻ കൂട്ടോത്ര ജനിച്ചു കൊള്ളുന്നു, സേറ ചാലുപറമ്പിൽ ജനിച്ചു കൊള്ളുന്നു. തികച്ചും വ്യത്യസ്തം. അനിയന്മാരൊരു സ്വഭാവമാണോ? ആണോ? അല്ല. പിന്നെങ്ങനെ ആ വ്യത്യസ്തതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയണം. അതായത് നമ്മളെപ്പോലെ ഒരാളെ ആക്കി തീർക്കുന്നതല്ല, ആ വ്യത്യസ്തമായ വ്യക്തിയെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോവുകയാണ്. ഒരു കുപ്പി ചുമന്ന കളർ വെള്ളവും ഒരു കുപ്പി പച്ച കളർ വെള്ളവും, അതായത് 1 ലിറ്റർ ആണെന്ന് വെച്ചു. അത് ഓരോ ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലേക്ക് സമം പകർത്തിയാൽ അതിന്റെ കളർ എന്തായിരിക്കും? അത് പരീക്ഷിച്ച് നോക്കിയോ? എനിക്കും അറിയത്തില്ല. ചുമപ്പും പച്ചയും. ഏതായാലും ചുമപ്പും ആയിരിക്കത്തില്ല, പച്ചയും ആയിരിക്കുമോ? അല്ല. അതിന് 2ന്റെയും കണ്ടന്റ് മാറുമോ? ഇല്ല. 2ഉം കൂടി ചേർന്നൊരു പുതിയ കളർ രൂപപ്പെടുന്നു. ഇന്നു മുതൽ എവിനും സേറയും കൂടി ചേർന്നൊരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തണം. അതിൽ എവിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല, സേറയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. കാരണം അത് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾ ഐക്യത്തിൽ മുൻപോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ 2ാമത്തെ ഘടകം എന്ന് പറയുന്നത്. 3, അഫർമേഷൻ ഓഫ് സെൽഫ് ഗിവിംഗ് ലവ്. അതായത് ആദം ഹൗവയെ തന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം എന്ന് കണ്ടപ്പോൾ സ്വയം അർപ്പിക്കുന്നതായ സ്നേഹത്തിന്റെ ഉറപ്പ് നൽകുകയാണ്. ഞാൻ എന്നെ പോലെ നിന്നെ കരുതും, സ്നേഹിക്കും എന്നതിന്റെ ഉറപ്പാണ്. എവിൻ കൊടുക്കേണ്ട ഉറപ്പ് അതാണ്. ഞാൻ ഇന്നു മുതൽ നിന്നെ എന്നെ പോലെ തന്നെ സ്നേഹിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലിയ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. സ്വയം സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് നിന്റെ ആരോഗ്യം, സൗന്ദര്യം, ജോലി എല്ലാം നല്ല കൺസേൺ ഉള്ള ഒരാളല്ലേ സാറേ? അതുപോലല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇനി തന്നെ സ്നേഹിക്കണമെങ്കിൽ സേറയെ സ്നേഹിച്ചോണം. സേറയെ സ്നേഹിക്കണമെങ്കിൽ സേറ എവിനെ സ്നേഹിക്കണം. അവിടെ ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് അവരെ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇത് കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. ക്രൂശിലെ സ്നേഹം, അഗാപ്പെ. ഈ സ്നേഹമാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എഫേസ്യ സഭയോട് പറയുമ്പോൾ നമ്മൾ ശ്ലീഹയിലൂടെ വായിച്ച് കേൾക്കുന്നുണ്ട്, ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രതീകങ്ങളാണ് ഈ കുദാശകളിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രാർത്ഥനകൾ. അതാണ് ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു, സഭ എങ്ങനെ ക്രിസ്തുവിനോട് വിധേയപ്പെട്ടു. ഈ ബന്ധത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പായി എവിനും സേറയും ഇന്നു മുതൽ മാറും. നിങ്ങളിൽ ഇന്നു മുതൽ വെളിപ്പെടേണ്ട സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ട് വിവാഹത്തെ കുറിച്ചൊരു ഡെഫിനിഷൻ ഉണ്ട്. മാരേജ് ഈസ് നോട്ട് എ നൗൺ, ഇറ്റ് ഈസ് എ വേർബ്. വേർബ് മീൻസ് ആക്ഷൻ ഓറിയന്റഡ്. വല്ലതൊക്കെ ചെയ്താലേ ആകത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് യു ഗെറ്റ്, it's the way you love your partner every day. അതായിരുന്നു ആദമിന്റെ അഫർമേഷൻ. സെൽഫ് ഗിവിംഗ് ലവ്, സ്വയം സമർപ്പിക്കുന്ന ആ ഒരു സ്നേഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൂട്ടിനെ കണ്ടെത്തിയിരിക്കുകയാണ്.
അല്ലേ? രണ്ടുപേരും ആ ഒരു തിരിച്ചറിവിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാകേണ്ടതായ ഒന്നാമത്തെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചത്, the other is not another, it is an extension of our own being. രണ്ട്, it is a call to unity, not uniformity. Third, affirmation of self-giving love. ഈ ഒരു ബോധ്യത്തിൽ മുൻപോട്ട് വളരുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം വൈദികരെ സംബന്ധിച്ചത് ഏറ്റവും സന്തോഷമുള്ളതായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു വൈദിക കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെയും സ്നേഹിതരുടെയും നാമത്തിലുള്ള വിവാഹത്തിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുകയാണ്. പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മാതൃകയുള്ള ആരാധന നടത്തുന്നതായ ദൈവത്തെ സാക്ഷിക്കുന്നതായ, അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത, പ്രകൃതിയെ കരുതുന്ന നല്ല ഒരു കുടുംബം നിങ്ങൾക്ക് രൂപപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.